നിങ്ങൾക്കുള്ള ചോദ്യം ഒരു ഇമേജ് ആണ്. സോ വീഡിയോയിലൊന്നും താല്പര്യമില്ല. അല്ലെങ്കിലും അത്രയും പേരെ പോവില്ല എന്ന് തോന്നി, അതുകൊണ്ടാണ്. അപ്പോ ഇമേജ് കണ്ടിട്ട് അതിനകത്തുനിന്ന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ശ്രദ്ധിച്ച് കാണുക. ഞാൻ പറഞ്ഞല്ലോ, ആ ഇമേജിനെ പറ്റിയിട്ട് എന്തൊക്കെ ചിന്തിക്കാൻ പറ്റുമോ അതൊക്കെ ചിന്തിച്ചുകൂടുക കേട്ടോ. ഓക്കെ ഓക്കെ, റെഡി? ഓക്കെ, ഏറ്റവും എളുപ്പമുള്ള ചോദ്യം ചോദിക്കാം അല്ലേ? അല്ലേ? ഫോട്ടോയില് കണ്ട വ്യക്തി ആര്? അപ്പൊ ആ ചോദ്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ പറ്റില്ലെന്നോ അങ്ങനെ? ക്വസ്റ്റ്യൻ നമ്പർ 2 ഇസ്, ഗാന്ധിജിയുടെ മുമ്പിലിരിക്കുന്ന ഈ വസ്തു എന്താണ്? ചർക്ക. ചക്കയല്ലടാ, മാങ്ങ. ചർക്ക, മറ്റേ തിരിക്കുന്ന സാധനം. ചർക്ക. മിഥുനേട്ട അങ്ങോട്ട് പറയാ, അതന്നെ കറക്റ്റ് അല്ലേ? ഇനിയിപ്പോ ഇതിന് വേറെ ഏതെങ്കിലും അറബിയിൽ എന്താ പറയാ അറിയാട്ടാ. മലയാളം, നമ്മള് മലയാളത്തിൽ ചർക്കയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അൽ ചർക്ക, അത്രേ ഉള്ളൂ. അപ്പോ ചർക്കയിൽ ഉറപ്പിക്കാലോ? ചർക്കയിൽ ഉറപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ? അല്ലേ? അപ്പോ ശരിയായ ഉത്തരം ശർക്ക തന്നെയാണ്. ഓഡിയൻസിന് ഒന്നും കിട്ടാറില്ല. അവര് 2 ഉത്തരവും കറക്റ്റായിട്ട് പറഞ്ഞു. നിങ്ങളിൽ 2 പേരിൽ ഒരാൾക്ക് അകത്ത് കയറി ഗെയിം കളിച്ച് അത് ജയിച്ച് അതിനകത്ത് നിന്നും ഇഷ്ടമുള്ള, നേരത്തെ കിട്ടിയത് കണ്ടല്ലോ, ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് കിട്ടിയതുപോലെ ഇഷ്ടമുള്ളത് കിട്ടാം. നോക്കി വെച്ച് പോണ റെഡ് റിബൺ മാത്രം നോക്കിയാൽ. റെഡിയല്ലേ? ഓ റെഡി. മീനാക്ഷി, ഗെയിം റെഡിയല്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു ബോൾ എറിയുക ആൻഡ് ആ പിരമിഡ് തകർക്കുക എന്നുള്ളതാണ്. എത്ര ബോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അറിയാം, പക്ഷെ മൊത്തം മേശന്ന് താഴെ വീഴണോ? അതെ, മൊത്തം മേശന്ന് താഴെ വീഴണം. ഒരു ഗ്ലാസ് പോലും ടേബിളിൽ അവശേഷിക്കാൻ പാടില്ല. യെസ്, ടാസ്ക് കംപ്ലീറ്റ് അറിയാൻ പറ്റുമോ? ഒരു ബോളെ ഒരു സമയം എറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. റോഷന്റെ ഒരു ഡൗട്ട് ക്ലിയർ ആയില്ലേ? അതാണ്. ഓക്കെ, റെഡി മീനാക്ഷി? റെഡി. 45 സെക്കൻഡ്സ് ആണ്. എല്ലാം കൂടി ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ടൈം ലിമിറ്റ്, അതും കീപ്പ് ഇൻ യുവർ മൈൻഡ്. ഗുഡ് ലക്ക്. റെഡി? റോഷനാണോ മറിയാണോ പോകുന്നത്? റോഷൻ നശിപ്പിക്കാൻ ഇവനാ നല്ലത്. ഒരു ശത്രുവിനെ പോലെ പെരുമാറുന്ന. നോക്കി, ഇത് നമ്മളെ റൂമല്ല, ഒരാൾക്കാർ വാച്ച് ചെയ്യുന്നില്ലേ? നമ്മൾ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണെന്ന് ആലോചിക്കുന്നു. നോക്ക്, നിനക്കൊരു പരാതി ഉണ്ടായിരുന്നു, ഷോപ്പിംഗ് കൊണ്ടുപോകണില്ല ആ സംഭവം ഞാൻ തീർത്തു തന്നിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നല്ല സാധനങ്ങൾ എടുത്തോണ്ട് വരണം, ഇല്ലെങ്കിൽ മാറ്റി നിർത്തി കുനിച്ചിർത്തി ഇടിക്കാൻ സാധ്യതയുണ്ട്. നല്ല സാധനം തന്നെ എടുക്കാനാ പ്ലാൻ. ഓക്കെ, അപ്പൊ റെഡി? എല്ലാം എറിഞ്ഞ് താഴെ ഇടണം കേട്ടോ. റോഷൻ, റോഷനല്ലേ പോകുന്നേ? എറിഞ്ഞു പൊളിക്കും. റെഡി? റെഡി റോഷൻ? റെഡി. ഓടൂ, വാരൂ, നേടൂ, ഗോ. ഉണ്ടല്ലോ അല്ലേ? TV എറിഞ്ഞ് പൊട്ടിക്കരുത്. ഗ്ലാസ് മാത്രം. എന്റെ സാധനങ്ങൾക്കൊന്നും പറ്റാൻ പാടില്ല. ഒറ്റ വാരം മിക്സി ഒക്കെ എടുത്തോ? മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ ഏതാ എടുക്കേണ്ടതെന്നാണ്. ഇത് സംഭവമില്ലേ റോഷൻ? അതെ, ഒരു മിക്സർ ഗ്രൈൻഡർ ഓൾറെഡി ഉമ്മ പറഞ്ഞിരുന്നു ഒരു മിക്സി കൊണ്ടുവരണം. അത് നന്നായി. ഉമ്മയ്ക്കുള്ള മിക്സി കിട്ടി. അതിന്റെ കൂടെ തന്നെ 2 അയണ കിട്ടിയത്. 2 തേപ്പ് കിട്ടി. അല്ല, തേപ്പ് പെട്ടി കിട്ടിയിട്ട്. തേക്കാൻ എന്നെക്കാട്ടും നല്ലത് കുത്തി പറയുന്നു. കിട്ടുമ്പോ ഒന്നും കൊടുക്കണ്ട. പക്ഷെ ഇത് കലക്കി. എപ്പോഴെങ്കിലും ഒരു തേപ്പ് കിട്ടിയായിരുന്നു ട്രെയിനിൽ നിന്ന്? ഞാൻ അതേ ഉള്ളൂ. ആണോ? അതേ ഉള്ളൂ. എന്താ ചെയ്യാ, ഞാൻ നല്ല മനസ്സായതുകൊണ്ട് എന്നെ തേച്ചു പോകും. സ്നേഹം കൊടുക്കുന്നതുകൊണ്ടാ. നല്ല മനസ്സുള്ള ആൾക്കാരങ്ങനെ വാരിക്കൊഴി. നമ്മൾ കോഴിക്കോട്ടുകാരങ്ങനെ, നമ്മൾ നല്ല സ്നേഹിക്കും ആൾക്കാരെ. എല്ലാ കോഴിക്കോട്ടുകാരും അങ്ങനെ പിടിക്കണ്ട. നിന്റെ കാര്യം പറഞ്ഞാ പാവ കോഴിക്കോട്ടുകാരുടെ നിലയിലുണ്ട്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.